തീർച്ചയായും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കുട്ടനാട്ടിൽ വലിയ വെള്ളപ്പൊക്കമാണ്. കാർഷിക മേഖലയൊക്കെ ആശങ്കപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള വെള്ളപ്പൊക്കം. അതിൻ്റെ ദൃശ്യങ്ങൾക്കൊപ്പമുള്ള വിവരങ്ങളുമായി ഷാജഹാൻ ഞങ്ങളുടെ പ്രതിനിധി കൂടി ചേരുന്നു. ഷാജി, എന്തൊക്കെയാണ് കാർഷിക മേഖലയെ ബാധിക്കുന്നു, മാത്രമല്ല ജനജീവിതം ദുസ്സഹമാക്കുന്നു, വലിയ അർത്ഥത്തിൽ വെള്ളപ്പൊക്കം കുട്ടനാട് മേഖലകളിൽ എന്തൊക്കെ വിവരങ്ങൾ? തീർച്ചയായിട്ടും അജിംഷാദ്, ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ വളരെ വ്യക്തമാണ്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ലൈവ് ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ തന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടനാടിന്റെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ നേരിമുതൽ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല, ഭരമായ രീതിയിൽ തന്നെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. വീടുകളിലൊക്കെ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലരും കുട്ടനാട്ടിൽ നിന്നും വീട് വിട്ടുപോകുന്ന ബന്ധുവീടുകളിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് താഴ്ന്ന പ്രദേശങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ AC റോഡിലൂടെയുള്ള ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായിട്ടും തടസ്സപ്പെട്ടിട്ടില്ല. മുൻ വർഷങ്ങളിലൊക്കെ ആയിരുന്നെങ്കിൽ നേരിയ തോതിൽ ജലനിരപ്പ് ഉയരുമ്പോൾ അവിടെ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് AC റോഡിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു, പുതിയ റോഡ് വരുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങൾ അത്തരം പ്രശ്നങ്ങളില്ല എങ്കിൽ പോലും താഴ്ന്ന പ്രദേശങ്ങളൊക്കെ തന്നെ വെള്ളം കയറുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അതാണ് നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. നെടുമുടി, പുളിങ്കുന്ന് ഭാഗങ്ങളിലാണ് ഇപ്പോൾ ഈ വെള്ളം കയറിയിരിക്കുന്നതും. അതോടൊപ്പം തന്നെ അപ്പർ കുട്ടനാടൻ മേഖലയിൽ വെള്ളം കയറിയിട്ടുണ്ട്. രാമങ്കരി, അതോടൊപ്പം തന്നെ മുട്ടാർ പ്രദേശങ്ങളിലൊക്കെ, താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴ മാറി നിന്നു എങ്കിൽ പോലും കിഴക്കൻ പ്രദേശങ്ങളിൽ മലയോര മേഖലയിൽ ശക്തമായ മഴ പെയ്യുന്നത് കൊണ്ടും ആ വെള്ളം കുട്ടനാട്ടിലേക്ക് ഒഴുകി എത്തിയത് കൊണ്ടുമാണ് ഇപ്പോൾ ഇത്തരത്തിൽ നേരിയ തോതിലാണെങ്കിൽ പോലും കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം. എന്തായാലും കടലിലേക്ക് വെള്ളം ഒഴുകി പോകുന്നതിന് കഴിഞ്ഞ ദിവസം രാത്രി തന്നെ തോട്ടപ്പള്ളി സ്പിൽവേ ഒക്കെ തന്നെ തുറന്നു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന മണിക്കൂറുകളിൽ വെള്ളം കൂടുതലായിട്ട് കടലിൽ ഒഴുകി പോവുകയും അതോടൊപ്പം തന്നെ കുട്ടനാട്ടിലെ ജലനിരപ്പ് ഈ കാര്യമായ രീതിയിൽ ജനങ്ങളെ ബാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോവുകയും ചെയ്യും. കുട്ടനാടിന്റെ ഉൾനാടൻ പ്രദേശങ്ങളിലാണ് ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെടുകയും വെള്ളം കയറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്. ഈ പാടശേഖരങ്ങളിലെ പുറംബണ്ട് തകർന്നതാണ്. 2 പാടശേഖരങ്ങളിലെ പുറംബണ്ട് തകർന്നിരുന്നു. ആ പുറംബണ്ട് തകർന്നതാണ് ഇപ്പോൾ ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ ജലനിരപ്പ് ഉയർന്നു വരാനൊരു കാരണം. അത് പ്രധാനമായിട്ടും കൈനഗിരിയിലും അതോടൊപ്പം തന്നെ തൊട്ട് സമീപ പഞ്ചായത്തായിട്ടുള്ള കാവാലത്തുമൊക്കെ തന്നെ ഇത്തരത്തിൽ നേരിയ തോതിലാണെങ്കിൽ പോലും പുറംബണ്ട് തകർന്നതിനെ തുടർന്ന് കൃഷിക്ക് അനുയോജ്യമാക്കി സജ്ജീകരിച്ചിരുന്ന ഭാഗത്ത് ബണ്ട് തകർന്നതിനെ തുടർന്ന് ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ കായലിൽ നിന്നും മറ്റും വെള്ളം കയറുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. ഈ പ്രദേശങ്ങൾ താമസിക്കുന്ന ആളുകളുടെ വീടുകളിലൊക്കെ തന്നെ വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിൽ കുട്ടനാടിന്റെ താഴ്ന്ന പ്രദേശങ്ങൾ, കൈനഗിരി പോലെയുള്ള താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളക്കെട്ടുകൾ നല്ല രീതിയിൽ തന്നെ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീടുകളിലൊക്കെ തന്നെ വെള്ളം കയറി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിന്റെ ആകാശ ദൃശ്യങ്ങളാണ് ഇപ്പോൾ തീർച്ചയായും അതിൻ്റെ ഭീകരത അല്ലെങ്കിൽ അതിൻ്റെ ആഴം ബോധ്യമാക്കുന്നത് തന്നെയാണ് ഈ ആകാശ ദൃശ്യങ്ങൾ. ഒരുപക്ഷെ കുട്ടനാട് സാധാരണഗതിയിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിലപ്പ് സമുദ്രനിരപ്പിൽ നിന്ന് താഴെ ആയതുകൊണ്ട് വെള്ളം പൊങ്ങുന്നത് സാധാരണഗതിയിലാണ്. പക്ഷേ ഇത്രയധികം ഒരു വെള്ളപ്പൊക്കം അവിടുത്തുകാർക്ക് പോലും ഒരു വെള്ളപ്പൊക്കം എന്ന നിലയിലേക്ക് ഫീൽ ചെയ്യണമെങ്കിൽ അത്ര വലിയൊരു വെള്ളപ്പൊക്കമാണെന്നറിയാം. ഇപ്പോൾ ആകാശ ദൃശ്യങ്ങളാണ് അതിൻ്റെ ആഴം കൂടുതൽ ബോധ്യമാക്കുന്നത്. ഷാജി, തീർച്ചയായിട്ടും അജിംഷാദ്, ഇത് ഉൾനാടൻ പ്രദേശങ്ങളിലാണ് പ്രധാനമായിട്ടും ഇത്തരത്തിൽ കൂടുതലായിട്ട് ജലനിരപ്പ് ഉയർന്നു വരികയും ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ ജനങ്ങളുടെ താമസിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുകയും വീടുകളിൽ വെള്ളം കയറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നത്. ഇടയ്ക്ക് നിന്ന് വെള്ളം കുട്ടനാട്ടിലേക്ക് എത്തിയത് കൊണ്ട് തന്നെ കുട്ടനാടൻ മേഖലയിൽ വ്യാപകമായ രീതിയിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്, ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമാണ്. അതുകൊണ്ട് തന്നെ സാധാരണ കുട്ടനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ വെള്ളപ്പൊക്കമൊന്നും കാര്യമായിട്ട് അവരെ ബാധിക്കില്ല എങ്കിൽ പോലും പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഇത് തുടർന്നു കഴിഞ്ഞാൽ വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ പുതിയ ക്യാമ്പുകൾ ഓപ്പൺ ചെയ്തുകൊണ്ട് തുറന്നുകൊണ്ട് ഈ കൂടുതൽ ആളുകളെയൊക്കെ തന്നെ ക്യാമ്പുകളിലേക്ക് മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. ഇപ്പൊ എന്തായാലും നമുക്ക് ലഭിച്ചിരിക്കുന്ന മുന്നറിയിപ്പ് അനുസരിച്ച് ഇനി വരും ദിവസങ്ങളിലും ശക്തമായ മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ കുട്ടനാടൻ പ്രദേശങ്ങൾ, താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ക്യാമ്പുകൾ തുറക്കേണ്ട ഒരു സാഹചര്യം വരികയും ചെയ്യും. നിലവിലെ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ഇപ്പോൾ അത്ര കാര്യമായിട്ട് ഇത് ബാധിച്ചിട്ടില്ല. കുട്ടനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വെള്ളവും ജലനിരപ്പ് വരുന്നതും വലിയ കാര്യമല്ല എങ്കിൽ പോലും വരുന്ന ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കുന്നതോടെ ജനങ്ങളെയൊക്കെ തന്നെ ക്യാമ്പിലേക്ക് മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. എന്തായാലും അത് വരും ദിവസങ്ങളിൽ മഴയുടെ തോതനുസരിച്ച് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ കിഴക്കിൽ നിന്നും മലയോര മേഖലയിൽ പെയ്ത വെള്ളത്തിന്റെ വരവാണ് ഇപ്പോൾ കുട്ടനാട്ടിൽ നേരിയ തോതിലാണെങ്കിൽ പോലും ജലനിരപ്പ് ഉയരാൻ കാരണമായിരിക്കുന്നത്.